ദാസേട്ടൻ കോഴിക്കോട് രേണുസുദിനെ ഹഗ് ചെയ്തു ആൽബത്തിൽ. എന്താ പ്രശ്നം? സുധിച്ചേട്ടനെ ഓർമ്മിക്കണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, റീൽസ് ആണെങ്കിലും ആൽബം ആണെങ്കിലും ഷോർട്ട് ഫിലിം ആണ് സിനിമയാണ് ഒക്കെ അഭിനയം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഇൻഫ്ലുവൻസർ കം ആക്ടർ ദാസേട്ടൻ കോഴിക്കോട്. നമസ്കാരം ചെങ്കളെ. ദാസേട്ടൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. സർക്കാർ ജീവനക്കാരനായ ഒരാൾ സമൂഹ മാധ്യമങ്ങളുടെ മുമ്പിൽ ഡാൻസ് കളിക്കുന്നു, കോപ്രായങ്ങൾ കളിക്കുന്നു. അങ്ങനെയാണ് എന്റെ ഐഡന്റിറ്റി ആദ്യം വന്നത്. അതിന് സഡൻലി ഞാൻ മാറി. ചിന്നാടന്റെ ലോറിയിൽ സ്പിരിറ്റ് കടത്തുന്നതിന് എന്റെ മെക്കട്ടങ്ങനെ കേറിയണ്ടല്ലോ. ഇപ്പൊ റീൽസിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ അഭിനയിച്ച ദാസേട്ടനോടെയാണല്ലേ? ലാലേട്ടനാണ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായികമാരെ അഭിനയിച്ചത്. ദാസേട്ടൻ കോഴിക്കോട് ആയിരിക്കാം ഏറ്റവും കൂടുതൽ നായികമാരെ കൂടെ റീൽസ് അഭിനയിച്ചാണ്. ഇതൊക്കെ എന്ത്? ദാസേട്ടൻ കണ്ട രേണുസുതി എങ്ങനെയുള്ള ഒരാളാണ്? ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഇൻഫ്ലുവൻസർ കം ആക്ടർ ദാസേട്ടൻ കോഴിക്കോട്. ദാസേട്ടാ, വെൽക്കം ടു ദി ഷോ. നമസ്കാരം ചെങ്കളെ. ഞാൻ വിചാരിക്കില്ല എന്താ ഞാൻ ആ ഇൻട്രോ പറയണമെന്നാ വിചാരിച്ചതേ. നമസ്കാരം ചങ്കുകളെന്ന്. പക്ഷെ അത് ഓൾറെഡി ദാസേട്ടൻ പറയുന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു. എങ്ങനെയുണ്ട്? എന്താണ് പുതിയ വിശേഷങ്ങൾ? ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിൽ നിന്ന് ആക്ടറിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട് കുറേ. അപ്പം അതിൻ്റെ ഒരു ബന്ധപ്പെട്ട് സിനിമകളും അതുപോലെ തന്നെ ആൽബംസും ഷോർട്ട് ഫിലിമുകളും ചെയ്തു വരുന്നു. ഇൻഫ്ലുവൻസർ ആണോ ചോദിച്ചാൽ ഇൻഫ്ലുവൻസർ ആണ്. എന്നാലും അതൊന്ന് മാറി ഒരു ചിന്തിക്കാനാണ് എനിക്ക് താല്പര്യം. അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ദാസേട്ടൻ ആമീന മോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇൻഫ്ലുവൻസിങ് ആ ഒരു വീഡിയോസും കാര്യങ്ങളും ചെയ്തു തുടങ്ങിയെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ടു ബി ഓപ്പൺ, ഞാൻ പറയുന്നതുകൊണ്ട് ദാസേട്ടൻ ഫീൽ ആയിട്ട് എടുക്കൂലെന്ന് വിചാരിക്കുന്നത്. ഫസ്റ്റ് വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായി ദാസേട്ടൻ എന്തിനാ ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോ ചെയ്തിട്ട് ഒരു ആ സമയത്ത് ഒരു കോമാളിത്തരം കാണിക്കുന്ന പോലെ ഫീൽ ആയിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനും സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ ആ സമയത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സഡൻലി ഒരു ചേഞ്ച് ആയിരുന്നു. ആ ചേഞ്ച് എന്ന് വെച്ചാൽ പിന്നെ കാണുന്നത് ഒരു വില്ലൻ ടൈപ്പ്, കുറച്ച് ആക്ഷൻ ടൈപ്പ് സംഭവം ചെയ്തു. എങ്ങനെയായിരുന്നു ആ ചേഞ്ച്? എങ്ങനെയായിരുന്നു ആ ഒരു സിറ്റുവേഷൻ? ആ ഒരു നമ്മളെ സംസ്ഥാനത്തിന്റെ, രാജ്യത്തിന്റെ, ലോകത്തിന്റെ അവസ്ഥ എന്താ പറയുക സമയത്ത്? എന്താ? കൊറോണ അറിയാലോ. കൊറോണ ആയിട്ട് എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയമാണ്. സർക്കാർ ജീവനക്കാർക്ക് ഒന്നിടവിട്ട് മാത്രം പോയാൽ മതി. ആ സമയത്താണ് 2019 തുടങ്ങി 2020 സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഓൾറെഡി കുറേ എല്ലാവരും മൊബൈലിലുള്ള സമയമായിരിക്കും ആ സമയത്ത് അല്ലേ. അങ്ങനെ എൻ്റെ മോളെ സന്തോഷത്തിന് വേണ്ടി, എൻ്റെ മോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ടിക്ടോക്ക് ഇൻസ്റ്റാൾ ചെയ്തു. അങ്ങനെ തുടങ്ങിയൊരു ഇതാണത്. ആ സമയത്ത് ഈ ഒരു സിറ്റുവേഷൻ കൂടി ആയ സമയത്ത് കൂടുതൽ ആളുകളിലേക്ക് എൻ്റെ വീഡിയോസ് എത്താൻ തുടങ്ങി. മൊബൈൽ ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി കൊറോണ സമയത്ത്. അങ്ങനെ ഒരു വൈറലായി വന്നൊരു മനുഷ്യനാണ്. അപ്പൊ അങ്ങനെ വൈറലാവുന്നുള്ളൊരു മോട്ടീവ് സംഭവം ചെയ്തതായിരുന്നില്ല? ആയിരുന്നോ? നെവർ, ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 2 ആൺകുട്ടികൾക്ക് ശേഷമാണ് ഒരു മോള് ജനിക്കുന്നത്. ആ മോളെ സന്തോഷിപ്പിക്കുക. എൻ്റെ വൈഫ് സ്കൂൾ ടീച്ചറാണ്. അവൾ പറയാറുണ്ട്, ദാസേട്ടാ 2 ആൺകുട്ടികളാണ്, എനിക്ക് മക്കളെ പഠിപ്പിക്കണം, വീട്ടിലെ പണിയെടുക്കണം, സ്കൂളിലെ കാര്യങ്ങൾ നോക്കണം. അതുകൊണ്ട് മോളെ പാൽ കുടിക്കാനാകുമ്പം എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ മതി, പിന്നെ ദാസേട്ടന് തരും, നിങ്ങൾ അവളെ നോക്കുക. അപ്പം എൻ്റെ മുമ്പിൽ എന്താ വഴി? എന്താ? ആ സമയത്ത് സോഷ്യൽ മീഡിയ സജീവമായിരിക്കുന്ന സമയമാണ്. അങ്ങനെയാണ് എൻ്റെ കസിൻ പറഞ്ഞത്, ടിക്ടോക്ക് എന്നാണ് ആപ്പ്, നിങ്ങളെ ഫോൺ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതിൻ്റെ അത് പാട്ടും ഡാൻസും കാര്യങ്ങളും ഉണ്ടാവും. അത് നിങ്ങളെ മോളെ ചിരിപ്പിക്കാൻ പറ്റും, മോളെ സന്തോഷിപ്പിക്കാൻ പറ്റും. അങ്ങനെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ യാതൊരു ബന്ധവും എനിക്ക് ഫോണായിട്ടില്ല. അറിയാലോ, ഫോൺ വിളിക്കുക വെക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. പിന്നെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. പിന്നെ ഇതിൻ്റെ അകത്ത് ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കാണും, മറ്റുള്ള ആൾക്കാർ കാണും. എൻ്റെ മോള് ഹാപ്പി, അവര് ഹാപ്പി, ഞാനും ഹാപ്പി. അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷെ നമ്മൾ 2 വീഡിയോസ് കാണുമ്പോഴും ലുക്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ദാസേട്ടൻ മുണ്ട് ഇപ്പോഴും ഇടുന്നില്ല എന്നല്ല, മുണ്ട് മീൻസ് മാടി കുത്തിയിട്ടൊക്കെ ഒരു ടൈപ്പായിരുന്നു. പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോൾ ഫുള്ളി ഒരു ഗുണ്ടേനെ പോലെയൊക്കെ കുറെ റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ട്രാൻസിഷൻ എല്ലാവർക്കും പറ്റില്ല. അതെങ്ങനെയായിരുന്നു ആ ട്രാൻസിഷൻ? അതായത് ഞാൻ പറഞ്ഞല്ലോ, അത് കുറേ കഴിഞ്ഞിട്ടാണ് ആ ട്രാൻസാക്ഷൻ വരുന്നത്. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, കുട്ടീനെ സന്തോഷിപ്പിക്കുന്ന സമയത്ത് ഞാനിപ്പം ലുങ്കി മാത്രമേ എടുക്കാറുള്ളൂ, ഷർട്ട് ഇടാറില്ല. എനിക്കറിയില്ല ഇത്തിരി ആൾക്കാർ കാണുന്നുണ്ട്, ഷെയർ പോകുന്നുണ്ട്, ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെട്ടു, നല്ല നല്ല സംഗതികൾ. എൻ്റെ ഈ തുടങ്ങിയ സമയത്തുള്ള ഡാൻസ് ഇല്ലേ, കണ്ടിട്ടുണ്ടോ? സർക്കാർ ജീവനക്കാരനായ ഒരാൾ സമൂഹ മാധ്യമങ്ങളുടെ മുമ്പിൽ ഡാൻസ് കളിക്കുന്നു, കോപ്രായങ്ങൾ കളിക്കുന്നു. അങ്ങനെയാണ് എൻ്റെ ഐഡന്റിറ്റി ആദ്യം വന്നത് അല്ലേ. അപ്പൊ അങ്ങനെ വന്ന് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഈ ദാസേട്ടന്റെ പഴയ ചോദിക്കാറുണ്ട്. അപ്പം അതിന് സഡൻലി ഞാൻ മാറി. എൻ്റെ കാര്യങ്ങൾ ആൾക്കാർ കാണുന്നുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ ശ്രദ്ധിക്കപ്പെടാം, നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്താൽ
സിനിമകളിലേക്ക് എത്താം എന്നൊരു മെൻറ്റാലിറ്റി എനിക്ക് തോന്നിയത് മുതലാണ് ഞാൻ സഡൻലി എൻ്റെ വീഡിയോസിന് ചേഞ്ച് വരുത്തിയത്. അതും ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്തു. അത് എന്നെ സംബന്ധിച്ച് ഈ ഒരു ലെവലിൽ എനിക്ക് എത്താൻ സാധിച്ച ഒരു പ്രധാന ഘടകമാണത്. അപ്പൊ ശരിക്കും ഈ ഒരു സിനിമയിലോട്ട് എത്തണം എന്നുള്ളൊരു പാഷൻ കൊണ്ട് തന്നെയായിരുന്നു? ഒരിക്കലല്ല. സിനിമ എത്തുന്നുള്ള ആ ചിന്ത എനിക്ക് ആദ്യമേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പൊ അടുത്ത കാലത്ത് ഒരു 1.5-2 വർഷത്തോളമായിട്ട് എനിക്ക് മനസ്സിൽ കോൺഫിഡൻസ് ഉണ്ട്. നല്ല നല്ല കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്ത കഥാപാത്രങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു എനിക്ക് ചെയ്യാൻ സാധിക്കും, കോൺഫിഡൻസ് ഉണ്ട്. അതിന്റെ ഭാഗമായി ഞാൻ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്നെ എപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന തന്നെ എൻ്റെ തീരുമാനം. എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഈ റീൽസ് കണ്ടിട്ട് തന്നെയായിരുന്നു ഫസ്റ്റ് സിനിമയിലോട്ട് അവസരം വന്നത്? അതായത് എൻ്റെ റീൽസ് കണ്ടിട്ട് ഞാൻ ഫസ്റ്റ് അഭിനയിച്ച സിനിമ ഒമർ ലുലുവിൻ്റെ നല്ല സമയം തന്നെ മൂവിയാണ് ഫസ്റ്റ് അഭിനയിച്ചത്. അതാണ് ആദ്യത്തെ സിനിമ. അപ്പം പുള്ളിക്കാരൻ ഗൾഫിൽ ഒരു പരിപാടിക്ക് പോയ സമയത്ത് പുള്ളിൻ്റെ അവിടുത്തെ റേഡിയോ ജോക്കി ചോദിച്ചു, ഒമർ ലുലു താങ്കൾ കുറേ സിനിമകൾ എടുത്ത ഒരാളാണ്, താങ്കളുടെ ഹാപ്പി വെഡ്ഡിങ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി, താങ്കൾക്ക് സോഷ്യൽ മീഡിയയിൽ നല്ല ബന്ധമുള്ള ഡയറക്ടറാണ് താങ്കൾക്ക് ഇഷ്ടപ്പെടുന്ന 2 വ്യക്തികളാണ് സോഷ്യൽ മീഡിയ ചോദിച്ചു. പുള്ളി സഡൻലി പറഞ്ഞു ദാസേട്ടൻ കോഴിക്കോടിനും പാലാ സജ്ജിനെയാണ് എനിക്കിഷ്ടം. പാലാ സജ്ജി അതായത് മലബാർ മേഖലകളിൽ ഞാൻ സജീവമായിരിക്കുന്ന സമയം 2020 തെക്ക് ഭാഗത്തേക്ക് പാലാ സജ്ജി സജീവമായിരിക്കുന്നത്. പുള്ളി ഇപ്പോൾ അത്ര കൂടുതലായി സോഷ്യൽ മീഡിയ ഇല്ല. ഈ 2 വ്യക്തികളെ പുള്ളിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓൾറെഡി പുള്ളിക്ക് മെസ്സേജ് ചെയ്തു, ഹായ് ദാസേട്ടൻ, എൻ്റെ അടുത്ത സിനിമ തുടങ്ങിയിട്ട് നിങ്ങളെയും പാലാ സജ്ജിന് അതിലുണ്ട്. അതാണ് എൻ്റെ ഫസ്റ്റ് തുടക്കം സിനിമകളിൽ. 2021 അങ്ങനെ പുള്ളീൻ്റെ സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത്. എൻ്റെ ഫസ്റ്റ് സിനിമ നല്ല സമയം. ഒരു നിർഭാഗ്യവശാൽ ആ സിനിമ തിയേറ്ററിലാകെ 3 ഡേയ്സേ കളിച്ചിട്ടുള്ളൂ. ബിക്കോസ് ഒരു എക്സൈസ് വകുപ്പിന്റെ വിഷയങ്ങളായി ബന്ധപ്പെട്ടിട്ട് സിനിമ തിയേറ്ററിൽ നിന്ന് റിമൂവ് ചെയ്തു. OTT സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ സിനിമയാണ് എൻ്റെ ഫസ്റ്റ് സിനിമ. നല്ല രീതിയിൽ അഭിനയിക്കാൻ സാധിച്ചു. പിന്നീട് ദിലീപേട്ടനോടൊക്കെ അഭിനയിച്ചല്ലേ? പിന്നെ അതെങ്ങനെയായിരുന്നു? അതൊരു ഭയങ്കര ഇൻസിഡന്റ് ആണ്. അതായത് എന്നെ സംബന്ധിച്ച് രതീഷ് രഘുനന്ദൻ എന്ന ഡയറക്ടർ, അദ്ദേഹം ഇന്ദ്രൻ സേട്ടനെ വെച്ചുകൊണ്ട് ഒരു ധ്യാനെ വെച്ചൊരു പടം എടുത്തു. അതിന്റെ പടത്തിന്റെ പേര് കറക്റ്റ് ഓർമ്മ വരുന്നില്ല. അടിപൊളി പടമാണത്. അപ്പം ആ പടത്തിന് ശേഷം പുള്ളി നല്ല ഹൈപ്പ് കയറിയ സമയം ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ ഒരാളാണ്, ഒരു സിനിമയിൽ അഭിനയിച്ച പരിചയമുണ്ട്, താങ്കളുടെ അടുത്ത സിനിമയിൽ എനിക്ക് നല്ലൊരു കഥാപാത്രം പ്രതീക്ഷിക്കുന്നു. ഓക്കെ ദാസേട്ടൻ എന്തായാലും വിളിക്കാം. അത് മതി. 6 മാസം മുമ്പ്, അതായത് പുള്ളിയെ കോൺടാക്ട് ചെയ്ത് 5 മാസം എനിക്ക് സഡൻലി എനിക്കൊരു കോൾ വരികയാണ്. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ വിളിച്ചത്, അങ്ങനെ തങ്കമണി എന്ന മൂവിയുടെ ലൊക്കേഷനാണ് വിളിക്കുന്നത്, താങ്കൾക്ക് ഒരു നല്ലൊരു ക്യാരക്ടർ ഇതിലുണ്ട്, ജോയിൻ ചെയ്യണോ? അപ്പം ഞാൻ ഈ തങ്കമണി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ ആരാണ് നായകൻ? ദിലീപേട്ടനാണ് നായകൻ. പിന്നെ ഞാൻ വണ്ടി ഓടിച്ചൊരു വണ്ടി പെട്ടെന്ന് സൈഡാക്കി. ദിലീപേട്ടനായിട്ട് കോമ്പിനേഷൻ സീൻ ഉണ്ടോ? എക്സ്പെഷ്യലി കോമ്പിനേഷൻ സീൻ ഉണ്ട്. ദിലീപേട്ടൻ നൈബറായിട്ട് താങ്കൾ അഭിനയിക്കുന്നതാണ്. പിന്നെ ഒന്നും എനിക്ക് ചിന്തിക്കാനില്ല. പിന്നെ നമ്മുടെ ഇന്നസെന്റ് ആയിട്ടല്ലേ നമ്മുടെ ഒരു സിനിമയില്ലേ, രസന്ന സിനിമയിൽ എന്തെങ്കിലും സന്തോഷം വന്നു കഴിഞ്ഞാൽ പുള്ളി മലയുടെ മുകളിൽ വരെ പറയില്ലേ, എനിക്ക് സിനിമ കിട്ടി. അതാണ് എന്റെ ലോകം. അപ്പൊ ഞാൻ അന്ന് സംസാരിച്ചു, എന്റെ വൈഫിനോട് സംസാരിച്ചു, ഫാമിലി സംസാരിച്ചു, ഭയങ്കര സന്തോഷമായി. അതാണ് എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റുന്ന അനുഭവമാണ്. ദിലീപേട്ടനെ നേരിട്ട് കണ്ടു, സംസാരിക്കാൻ പറ്റി. ദിലീപേട്ടൻ പറഞ്ഞു, താങ്കളുടെ വീഡിയോ എൻ്റെ മകൾ എനിക്ക് കാണിച്ചു തരാറുണ്ട്, ദിലീപേട്ടൻ്റെ മോള് കാണിച്ചു തരാറുണ്ട് എന്നോട് പറഞ്ഞു. അങ്ങനെ ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി, അടുത്ത് പരിചയപ്പെടാൻ പറ്റി. പക്ഷേ നിർഭാഗ്യവശാൽ തങ്കമണി തിയേറ്റർ ഫ്ലോപ്പായിരുന്നു. അധികം സിനിമ ഓടിയിട്ടില്ല, ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഞാൻ തിയേറ്ററിൽ കണ്ടതായിരുന്നു. കാണാം. ഞാൻ എനിക്ക് തോന്നുന്നൊരു 20 ദിവസത്തോളം 10-15 ദിവസത്തോളം തിയേറ്ററിൽ കളിച്ചിട്ടുണ്ട്. പക്ഷെ OTT ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ദിലീപന്റെ കൂടെ നിൽക്കുന്ന ക്യാരക്ടറായ കൂടെ സീനുകൾ ഉണ്ടായിരുന്നു, ഇവരായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റി. അതെന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. നല്ല സിമ്പിൾ മനുഷ്യനാണ് ദിലീപേട്ടൻ. ബാക്കി വിഷയങ്ങളിലൊക്കെ ഒന്നും ഞാൻ കിടക്കുന്നില്ല. ഞാനൊരു പുള്ളിയുടെ ഡീലിങ്സ് വളരെ സിമ്പിൾ മനുഷ്യനാണ്. ഏത് ലൊക്കേഷനിലും നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് കാരവനിൽ പോയി ഇരിക്കുക, പിന്നെയും ഡ്യൂട്ടിക്ക് വരിക, അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല പുള്ളി. എല്ലാവരായിട്ടും സോഷ്യലായിരുന്നു പുള്ളി. ആ ലൊക്കേഷനിൽ 10 ദിവസം ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ബന്ധം പുള്ളിയായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഉണ്ട്. ദിലീപേട്ടനെ വെറുതെ ഒരാളെ വിളിച്ച് നമ്മൾ ദിലീപേട്ടാ വിളിക്കുന്ന ആവശ്യമില്ല. ആവശ്യ സമയത്ത് നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഏറ്റവും വലിയ സെലിബ്രിറ്റി ആരാ? ഞാനിപ്പോൾ കൂടുതൽ കോണ്ടാക്ട് ഉള്ള സെലിബ്രിറ്റീസ് എന്ന് വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജ് എന്ന നല്ല സുഹൃത്തുക്കൾ. വെടിക്കെട്ട് എന്ന മൂവി ഇവർ രണ്ടുപേരും ഡയറക്ട് ചെയ്ത മൂവിയാണ്, അറിയാലോ. അപ്പം ഇവരെ മൂവി വന്ന സമയത്ത് എന്നെ ജസ്റ്റ് രാത്രി വിളിച്ചു, ഒരാൾ വിളിച്ചു. ഞാൻ ബിബിൻ ജോർജാണ് വിളിക്കുന്നത്. ബ്രോ പറയൂ. അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ 2 കോളേജുകളിൽ ഞാനാണ് അവർക്ക് പ്രൊമോഷൻ സെറ്റാക്കി കൊടുത്ത് അവരുടെ കൂടെ പ്രൊമോഷൻ അവരുടെ കൂടെ തന്നെ എനിക്ക് പോകാൻ വേണ്ടി പറ്റി. അങ്ങനെ നല്ലൊരു കോൺടാക്ട് ഇവർ 2 പേരായിട്ട്. ബിബിൻ ജോർജിന്റെ കൂടെ ഞാൻ കൂടെ എന്ന സിനിമയിൽ അഭിനയിച്ചു. 2 പേരുടെ കൂടെ അപൂർവപുത്രമ എന്ന പടം
ഇപ്പോൾ ആമസോൺ പ്രൈമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റും. നല്ല സുഹൃത്തുക്കളാണ്. അവസാനം ഞാൻ അഭിനയിച്ചില്ലെങ്കിലും ശുക്രൻ തന്നെ മൂവി ഇപ്പോൾ റിലീസ് ചെയ്തു. അതിൻ്റെ പ്രൊമോഷൻ വന്ന സമയത്ത് വിപിൻ ജോർജ് എന്നെ വിളിച്ചിരുന്നു. കോഴിക്കോട് ബ്ലൂ ഡയമണ്ട് മോളിലായിരുന്നു എൻ്റെ പ്രൊമോഷൻ. ഞാൻ പങ്കെടുത്തു. ഞാൻ കണ്ടു അത് പ്രൊമോഷൻ. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഈ മൂവിയിൽ ഉണ്ടോ ദാസേട്ടൻ. മൂവിയിലില്ല. എന്നെ വിളിച്ച് വിപിൻ വരാൻ വേണ്ടി പറഞ്ഞു. പങ്കെടുത്തു. നല്ല ഈ രണ്ട് സുഹൃത്തുക്കൾ എനിക്ക് ഭയങ്കര. വിപിൻ ജോർജ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ കോഴിക്കോട് ഒരു ഷോറൂം തുടങ്ങിയിട്ടുണ്ട്, ഒരു മെഡിക്കൽ ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ പരിപാടിക്കൊക്കെ ഞാൻ പോയിരുന്നു. നല്ല കോണ്ടാക്ട് ഈ രണ്ടുപേരായിട്ട്. ഓക്കെ. പിന്നെന്ന് വെച്ചാൽ ഓൾറെഡി ദാസേട്ടൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, അറിയാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒന്ന് പ്രൊഫഷൻ, ഒന്ന് പാഷൻ, ഇത് രണ്ടും മാനേജ് ചെയ്യാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് വലിയ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് അത് മാനേജ്? ബിക്കോസ് അതായത് ഞാൻ ഇപ്പം ഒരു 1.5 വർഷമായിട്ട് KSCBയിൽ ഇപ്പം സീനിയർ സൂപ്രണ്ടാണ്, ഗസ്റ്റ് ഉദ്യോഗസ്ഥനാണ്. അപ്പം കുറേ ലിമിറ്റേഷൻസ് എനിക്കുണ്ട്. ജോലി ഒരിക്കലും ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. നേരെ മറിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിൽ എനിക്ക് പോകും വേണം. അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ട് മാത്രമേ പോകുന്നു. ഇപ്പം സിനിമ പോലത്തെ മേഖലകളിൽ മാത്രം എന്നെ വിളിക്കുകയാണെങ്കിൽ അതിന് ലീവ് എടുത്തുകൊണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഡിപ്പാർട്ട്മെന്റ് ഞാൻ ഓൾറെഡി ലീവ് വാങ്ങി, അതായത് പെർമിഷൻ വാങ്ങിയിട്ടുണ്ട് അഭിനയിക്കാൻ വേണ്ടി. അതായത് നമ്മൾ ആദ്യം വാങ്ങണം. ഒരു ഗവൺമെന്റ് ഓഫീഷ്യൽസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർ ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, അതായത് ഗവൺമെന്റ് നമ്മൾ പെർമിഷൻ വാങ്ങണം. ഞാനത് കൃത്യമായിട്ട് 2021 വാങ്ങിയിട്ടുണ്ട്. എന്നാലും പ്രത്യേകിച്ച് അതിൽ പറയുന്നുണ്ട്, നിങ്ങളെ ജോലിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. അത് കൃത്യമായി ഞാൻ പാലിക്കുന്നുണ്ട്. കൃത്യമായി ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട്, അതും നല്ല സംഗതികൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ചെറിയ പരിപാടിക്കൊന്നും ഞാൻ ഇപ്പോൾ പോകുന്നില്ല. ആൽബംസോ, എനിക്ക് പ്രാധാന്യമുള്ള ആൽബംസോ സിനിമകളിൽ നല്ലൊരു വേഷങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ലീവ് എടുത്തുകൊണ്ട് ഞാൻ പോകുന്നുണ്ട്. ഈ ജോലി കാരണം എന്തെങ്കിലും നല്ല അവസരങ്ങൾ മിസ്സായിട്ടുണ്ടോ? തീർച്ചയായും. ജോലി എൻ്റെ ചോറാണ്, അതെനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഞാൻ വലിയ ലാലേട്ടനെയും മമ്മൂക്കനെയും പോലത്തെ വലിയ ആളായി കഴിഞ്ഞാൽ എന്താ പറയുക, പക്ഷെ അതൊന്നും എനിക്കില്ല. എനിക്ക് നല്ല സിനിമകളിൽ മെച്ചപ്പെട്ട നല്ലൊരു കരിയർ ആയിക്കഴിഞ്ഞ ശേഷം മാത്രമേ ഞാൻ ലീവ് എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കൂ. ലീവ് എന്ന് പറഞ്ഞാൽ 5 വർഷം വരെ ഗവൺമെന്റ് ലീവ് നമുക്ക് തരും, വിത്തൗട്ട് സാലറിയാണ് പറയുന്നത്. അതൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് മെച്ചപ്പെട്ട ഒരു കരിയർ ഗ്രോത്ത് നമുക്ക് സിനിമയിൽ ഉണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിക്കും. ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഇങ്ങനെ പോകും. ദാസേട്ടന്റെ ഒരു ആഗ്രഹം എന്താണ്? അങ്ങനെയുള്ള മീൻസ് ഒരു ആഗ്രഹം? എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, നമ്മുടെ സിനിമകൾ ഞാനിപ്പോൾ അഭിനയിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയില്ല. എന്നാലും നല്ല ലീഡിങ് ആൾക്കാരുടെ സിനിമകളിൽ നല്ല ഡയറക്ടർ, ലാലേട്ടൻ, മമ്മൂക്ക, ചാക്കോച്ചൻ, അതുപോലെ തന്നെ അങ്ങനെ ഉന്നത രീതിയിൽ നിൽക്കുന്ന അഭിനേതാക്കളുടെ കൂടെ 2, 3, 4 സീന് ചെയ്യാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അതെൻ്റെ ഒരു സ്വപ്നമാണത്. ഇപ്പൊ അഭിനയിക്കേണ്ടത് സിനിമകളൊന്നും മോശമല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരു നല്ലൊരു രീതി, ഇങ്ങനെയുള്ള നല്ല ഡയറക്ടർ കൂടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് 4, 5 സീനൊക്കെ മതി എനിക്ക്. കൂടുതൽ സിനിമയിൽ ത്രൂ ഔട്ടൊന്നും വേണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അതൊക്കെ ഭാഗ്യം കൊണ്ട് കിട്ടുമായിരിക്കും. അങ്ങനെ എനിക്കൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ പോണെന്ന് വലിയ ആഗ്രഹം. ബാക്ക് ടു റീൽസ്. ഇപ്പൊ റീൽസിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ അഭിനയിച്ച ദാസേട്ടനല്ലേ? കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ചിട്ട് 55 പെൺകുട്ടികൾ അഭിനയിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞില്ല, ഞാനത് ലാലേട്ടനാണ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായികമാരെ അഭിനയിച്ചത്. എസ്പെഷ്യലി ദാസേട്ടൻ കോഴിക്കോട് ആയിരിക്കാം ഏറ്റവും കൂടുതൽ നായികമാരുടെ കൂടെ റീൽസ് അഭിനയിച്ച ആള്. ഒന്നും വ്യത്യാസമൊന്നുമില്ല. സിനിമയും റീൽസും ഷോർട്ട് ഫിലിമും ആൽബമൊക്കെ ഒരേപോലെ തന്നെയാണ്. അല്ലാത്തിൽ എന്താ വേണ്ടത്? അഭിനയം. അതൊക്കെ അഭിനയിക്കാൻ പറ്റിയ മേഖലകളാണത്. സിനിമ കാണാൻ ദീപ്തി എന്ത് ചെയ്യും? ഒന്നുകിൽ OTT വന്നാൽ കാണും, അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത് ഫാമിലി ആയിട്ട് കാണും. റീൽസ് കാണാൻ ദീപ്തി എന്ത് ചെയ്യും? മൊബൈലിൽ ജസ്റ്റ് മേലോട്ട് തോണ്ടിക്കഴിഞ്ഞാൽ കാണാം. ദാസേട്ടൻ്റെ എല്ലാ ആർക്കും കാണാം. ഞാൻ പറഞ്ഞു വന്നത്, റീൽസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ലക്ഷം വ്യൂസ് വന്നു കഴിഞ്ഞാൽ അത്രയും ആൾക്കാരുടെ നമ്മളെ എത്തും. അത് നെഗറ്റീവോ പോസിറ്റീവോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ അഭിനയിക്കുമ്പോൾ മോശം പറയും, നല്ല പറയും. സിനിമ എന്ത് ചെയ്യും? ഇത്രയും ആൾക്കാർ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോകണം കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ OTT വരുന്നവർ വെയിറ്റ് ചെയ്യണം, വേണ്ടേ? അതാ പറഞ്ഞത്. പക്ഷെ ദാസേട്ടാ, ഇത് എനിക്കും തോന്നിയ ഒരു കാര്യമാണ്. ഞാൻ ഇത് ദാസേട്ടന്റെ കമന്റ് ബോക്സിൽ കണ്ട ചില കാര്യങ്ങളാണ്. ദാസേട്ടൻ പലപ്പോഴും ചെയ്യുന്നത് പെൺകുട്ടികളെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പെൺകുട്ടികളെ മാത്രമാണ്. എന്തുകൊണ്ട് ദാസേട്ടൻ ഒരു ആൺകുട്ടീന്റെ കൂടെ ചെയ്യുന്നില്ല എന്നുള്ളൊരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താ അങ്ങനെ? ഞാൻ പറയട്ടെ, അത് ഒരു ഫേക്കായ ഒരു വാർത്തയാണ്. എന്റെ കൂടെ ഇപ്പൊ ഞാൻ കണ്ടന്റ് വീഡിയോസ് ലാസ്റ്റ് കുറെ ചെയ്യുന്നുണ്ട്. എന്റെ കൂടെ ആണുങ്ങൾ അഭിനയിക്കുന്നില്ലേ? ആക്ട്രസ് വേണ്ടേ? ഒരു ആണിനെ പെണ്ണാക്കി വേഷം കെട്ടാൻ പറ്റുമോ? ഒരിക്കലും കഴിയൂല. അത് ഒരു മിഥ്യമായ ഒരു ഫേക്ക് ന്യൂസ് ആണ്. കാരണം വെച്ചാല് ഞാനൊരു റൊമാൻറ്റിക് വീഡിയോസ് നമ്മൾ ചെയ്യുമ്പം ആണും പെണ്ണും വേണം, ഓക്കെ അല്ലേ? കണ്ടന്റുകളിൽ എല്ലാവരും വേണം. അമ്മ കഥാപാത്രം വേണം, ഭാര്യ വേണം, കാമുകി വേണം, വേണ്ടേ? ഇപ്പൊ ഞാൻ ചെയ്യുന്ന കണ്ടന്റ് വീഡിയോസിലൊക്കെ എല്ലാവരും ഉണ്ട്. അതൊക്കെ ഒരു ഫേക്കായ കാര്യമാണ്. കണ്ടന്റ് റീച്ചിന് വേണ്ടിയിട്ടാണോ ആ ഒരു ടൈപ്പ് ഓഫ്
മീൻസ് ലേഡീസിനെ ഫോക്കസ് ചെയ്തിട്ട് ദാസേട്ടന്റെ വീഡിയോ കണ്ടന്റ് റീച്ച് നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളിലാണ് ഞങ്ങൾ കണ്ടന്റുകൾ ഇപ്പോൾ എടുക്കുന്നത്. ഇപ്പം ലാസ്റ്റ് ഞാൻ ഇവിടെ ഒരു നമ്മളിപ്പോൾ സംസാരിക്കുന്ന സ്ഥലത്തിന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉള്ളൂ നമ്മളെ മരിച്ചുപോയ ദീപക്കിന്റെ വീട്ടിലേക്ക്. 4-5 കിലോമീറ്റേഴ്സ് എനിക്കറിയാം. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു കണ്ടന്റ് ചെയ്തു കണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മളെ സമൂഹത്തിൽ നടക്കുന്ന നന്മകളും തിന്മകളും കാണിക്കുന്ന കണ്ടന്റുകൾ ഞാൻ ചെയ്യാറുണ്ട്. അത് എനിക്ക് റീച്ചിന് വേണ്ടി ചെയ്യാന്ന് ഒരിക്കലും വിചാരിക്കരുത്. അത് സമൂഹത്തിന് തുറന്നപ്പോൾ കള്ളുടിയന്മാരുടെ കാര്യം ഞാൻ ചെയ്യാറുണ്ട് അല്ലേ. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ആ ഫാമിലിക്ക് എന്ത് സംഭവിക്കും, അങ്ങനെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ നമ്മളെ ഒരു ദാമ്പത്യ ബന്ധത്തിലുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് വേറെ ഒരു അപരിചിതം വരുന്ന സമയത്തുള്ള വിഷയങ്ങൾ അവിടെ സംഭവിക്കും, അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതൊക്കെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അത് സംഭവിച്ചതാണെന്ന് ചോദിക്കാൻ. ഇപ്പം ഗൾഫുകാരൻ്റെ വിഷയം ചെയ്തു, എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ സാധനം നെഗറ്റീവ് കിട്ടിയ ഗൾഫുകാരൻ തിരിച്ച് നാട്ടിൽ നിന്ന് സർപ്രൈസ് വിസിറ്റ് വരവ്. അപ്പം അത് ഫാഷൻ അല്ലത്. വരിക, ഡോറ് തുറക്കുക, ഹായ് കെട്ടിപ്പിടിക്കുക, സർപ്രൈസ് ആയിട്ട് വരിക പുള്ളി ഗൾഫിൽ നിന്ന്. അങ്ങനെ സർപ്രൈസ് ആയി വന്ന ഗൾഫുകാരൻ സ്വന്തം വീട്ടിൽ വന്നപ്പോൾ വേറൊരു അവസ്ഥ അവിടെ കണ്ടത്. അത് ഞാൻ ചെയ്തു റീലായിട്ട്. കണ്ടത് എനിക്കറിയില്ല, കണ്ടില്ലേ. അപ്പൊ അതിന് നെഗറ്റീവും പോസിറ്റീവ്. ഇപ്പൊ ഗൾഫുകാർ മൊത്തം അങ്ങനെയാണെന്ന് ഒരിക്കലും ചിത്രീകരിക്കുന്നില്ല. സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളാണത്. ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യനെ കൊന്നു, ഭാര്യ മക്കളെ കൊന്നു, മക്കള് ഒക്കെ നടക്കുന്നില്ലേ. കഞ്ചാവ് അടിച്ചിട്ട് മകൻ അമ്മയെ കൊല്ലുന്നു, അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നു. ഇതൊക്കെ നടക്കുമ്പം ഈ വിഷയങ്ങളൊക്കെ കണ്ടന്റുകളായി ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അത് ഞങ്ങൾക്ക് ആഗ്രഹം വെച്ച് ഞങ്ങൾ ചെയ്യല്ല, അതൊരു കണ്ടന്റ് ആണ്. ഇങ്ങനെ വരുന്ന കണ്ടന്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടാണോ ഈ വീഡിയോസ്? തീർച്ചയായും 100%. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പണ്ടത്തെ ഡാൻസ് കളിക്കുന്ന ദാസേട്ടൻ കൊടുക്കുന്ന കുറെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ സെൽഫായിട്ട് എനിക്കൊരു മോട്ടിവേഷൻ ആയിട്ട് പറയാം. ഞാൻ ഇപ്പം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കുറെ സ്ക്രിപ്റ്റ് ഞാൻ എഴുതുന്നുണ്ട്, കണ്ടന്റ് ഞാൻ തന്നെ എഴുതുന്നത്, ഡയറക്ഷൻ ഒക്കെ വേറെ ആൾ, കണ്ടന്റ് ഞാൻ എഴുതുന്നത്, ത്രെഡ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ കുറെ മാറ്റം വന്നിട്ടുണ്ട് എന്റെ ലൈഫിൽ. ഞാൻ അതിനെന്താ ചെയ്യുന്നത്? റിസർച്ച് ചെയ്യോ കൂടുതൽ? തീർച്ചയായും പത്രങ്ങൾ വായിക്കും. ഓരോ വിഷയങ്ങൾ പത്രങ്ങളിൽ കാണും, അത് വെച്ചൊരു കണ്ടന്റ് റെഡിയാക്കും. നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നവരെ കുറെ കണ്ടന്റുകൾ നമ്മളെ മുന്നിൽ കൂടെ പോകുന്നുണ്ട് അല്ലേ. നമ്മൾ പോകുമ്പോൾ കാണാം. അപ്പൊ നമ്മൾ ഒരു വണ്ടി ഓടിച്ച് പോവുക, ട്രാഫിക് ജംഗ്ഷനിൽ പോലീസുകാരൻ സ്റ്റോപ്പ് പറയുന്നു. അപ്പോൾ ഒരു പയ്യൻ മുന്നോട്ട് പോകുന്നു, നിർത്താൻ പറയുന്നു പോലീസുകാരൻ. അവൻ പറയുന്ന വണ്ടി തട്ടുന്നു. അതൊരു കണ്ടന്റാ അല്ലേ. അവൻ നോക്കുമ്പോൾ ഹെൽമെറ്റ് ഇട്ടില്ല, പോലീസ് അതൊരു കണ്ടന്റാ. ഇങ്ങനെ കുറെ കണ്ടന്റുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് സ്ക്രിപ്റ്റാക്കി മാറ്റി റീൽസ് ആക്കി മാറ്റുമ്പോൾ അതിന്റെ ഒരു ശരിക്കും ഇൻഫ്ലുവൻസേഴ്സിന്റെ മുമ്പിലേക്ക് കുറച്ച് ശ്രദ്ധിക്കണല്ലേ. നമ്മള് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പം നമ്മള് പബ്ലിസിറ്റിക്ക് വേണ്ടി റോഡിന് നടുവ് കിടന്ന് ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ പ്രാങ്ക് ചെയ്യുക, അതൊരു ഇൻഫ്ലുവൻസിങ് ആണ്. ഞാൻ അതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല. നമ്മൾ സ്വന്തമായ കാര്യങ്ങൾ, ഇപ്പൊ യൂട്യൂബേഴ്സ് അവരെന്താ ചെയ്യുന്നത്, മറ്റുള്ള ഇത്തിക്കണ്ണി കേട്ടിട്ടുണ്ടോ? അതായത് ഒരു മരത്തിന്റെ ചുറ്റും ഇങ്ങനെ പടർന്ന് ഇങ്ങനെ കയറും ഇത്തിക്കണ്ണി. ഒരു ഡിപ്പെൻഡന്റ് ആണത്. ഒരാൾ ചെയ്ത സാധനത്തിന്റെ മുകളിൽ അവര് യൂട്യൂബിൽ റീച്ച് ഉണ്ടാക്കുന്നു. എന്ത് കാര്യം? ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല. ഓൾറെഡി നല്ല റീച്ചുള്ള വീഡിയോസിന്റെ താഴെ വെറുതെ വന്ന് എക്സ്പ്രഷൻ നോ അതല്ല ഞാൻ പറഞ്ഞത്. ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഒരു വീഡിയോ ഒരാൾ ഇടുന്നു, ഈ യൂട്യൂബർ എന്തിനാ കാത്തിക്കുന്നത്? അയാൾ സ്വന്തമായി വീഡിയോ ഇടുന്നില്ല, മറ്റുള്ളവരിടുന്നു. അതിന്റെ മുകളിൽ കയറി പിടിച്ച നെഗറ്റീവ് കയറാൻ വേണ്ടിട്ട്. അതിനാണ് ഇത്തിക്കണ്ണി എന്ന് പറയാം. ബോട്ടണിയിൽ പേരുണ്ട് അതിന്റെ പറയും. അതായത് ഞാൻ ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല. സ്വന്തമായിട്ട് കണ്ടന്റ് കണ്ടുപിടിക്കും. യൂട്യൂബിൽ സ്വന്തമായിട്ട് ഒരു കണ്ടന്റ് ഇട്ട് റീച്ചിട്ടാ അംഗീകരിക്കുന്നത്. വേറെ ആൾക്കാർ എന്താ ചെയ്യുന്നത്? അവൻ അങ്ങനെ ചെയ്യുമ്പോൾ ശരിയല്ലല്ലോ, അതിന്റെ മുകളിൽ വീഡിയോ ഇടും, അത് കയറും റീച്ച്. അതാണ്, അതിനോട് ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. എന്റെ അതുപോലെ തന്നെ ദാസേട്ടൻ പറഞ്ഞു, ഓൾറെഡി കുറച്ച് മുന്നേ പറഞ്ഞു, നമ്മുടെ ഷിംജിത ദീപക്കേട്ടന്റെ ഇഷ്യൂവിന്റെ ഞാൻ വീഡിയോ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല കാര്യം അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിൽ. പക്ഷേ കൂടുതലും ആ ഒരു ഇഷ്യൂ നടന്നപ്പം കുറെ ആൾക്കാർ അതിന് എഗെയിൻസ്റ്റ് പറഞ്ഞു. അത് പറയേണ്ട കാര്യമാണ്. പക്ഷെ ഇതേ രീതിയിൽ പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങൾ വീഡിയോസ് ഇടുന്നത് വേറെ കുറവാണല്ലോ. ഞാൻ പറയാം. അതായത് ഈ വീഡിയോ ഞാൻ ഇട്ടത് വളരെ ലേറ്റ് ആയിട്ട് ഇട്ടത്. അത് കണ്ടന്റ് ആയിട്ട് ഇടാനാണ് എനിക്ക് താല്പര്യം. അല്ലാതെ ഓൺ വോയിസ് വന്നിട്ട് അങ്ങനെ പെൺകുട്ടികളെ വീഡിയോസ് അതുപോലെ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കാറുണ്ട്. പ്രതികരിക്കുന്നില്ല എന്നൊന്നും പറയണ്ട. ഓരോ ഐറ്റംസ് വൈസ് എടുത്തുകൊണ്ട് പ്രതികരിക്കാൻ ഞാൻ മെനക്കെടാറില്ല. ബിക്കോസ് ഞാനൊരു ഗവൺമെന്റ് സർവൻ്റ് ആണ്. എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഏത് കാര്യത്തിനും. ഇപ്പം ഞാൻ എന്തെങ്കിലും ടോക്ക് നടത്തുന്ന സമയത്ത് അത് ഗവൺമെന്റിന് എതിരാവാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമാവാൻ പാടില്ല, പ്രതികൂലമാവാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. നേരെ മറിച്ച് ഗവൺമെന്റ് ഓഫീഷ്യൽ അല്ലെങ്കിൽ എനിക്ക് എന്തും പ്രതികരിക്കാം. പക്ഷെ ഞാൻ ബേസിക്കലി ഞാൻ ഒരു പ്രതികരണം മാത്രം നടത്തുന്ന ഒരാളല്ല.
കണ്ടന്റുകൾ ചെയ്യുന്ന ആളാണ്, സിനിമകൾ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആളാണ്, അങ്ങനെയൊക്കെയുള്ള ആളാണ്. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ കൂടുതലും ആ ടൈപ്പ് കണ്ടന്റ് ചെയ്ത ഒരാളുടെ പ്രൊഫൈലിൽ ഞാൻ കണ്ട ഒരു പ്രതികരണ വീഡിയോ ഇതായിരുന്നു. പ്രതികരണ കണ്ടന്റ് ആണത്. ഞാൻ ഓൺ വോയിസ് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞല്ല, പ്രതികരണമായിട്ടുള്ള കണ്ടന്റ് ആണത്. മഹാബലിനെ ചെയ്തല്ലേ പറയുന്നത്. അതന്നെ റോഡിൽ നിന്ന് വീഡിയോ ചെയ്യുന്നതിനോട് എതിർപ്പുണ്ടെന്ന് ദാസേട്ടൻ പറഞ്ഞു. പക്ഷെ രേണുസുതി ദാസേട്ടൻ തമ്മിൽ റോഡ് സൈഡിൽ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ചോദിക്കാത്തത് അത് പറഞ്ഞാ ഇതൊക്കെ ഇല്ല നമുക്ക് അതൊന്നുമല്ല. അതായത് രേണുസുതി ഞാനും തമ്മിൽ ചാന്തുകുടഞ്ഞൊരു മാനത്ത് കഴിഞ്ഞതിന് ശേഷം നല്ല കത്തി നിൽക്കുന്ന സമയമാണ്. എനിക്ക് തോന്നുന്നു ഓൺലൈൻ മീഡിയാസിന് ഉപരി മനോരമ, മാതൃഭൂമി, 24 ന്യൂസ്, ന്യൂസ് 18 പോലത്തെ ചാനലുകൾ വരെ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തു. എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചത് ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് 10 മില്യൺ അടുത്ത വീഡിയോ കയറിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ചെയ്തൊരു ആൽബമാണത്, കുണുങ്ങി കുണുങ്ങി എൻ്റെ പേര്. അതേ ബന്ധപ്പെട്ട് രാവിലെ 7 മണിക്ക് വിത്ത് പെർമിഷൻ എടുത്തുകൊണ്ട് ഞങ്ങൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് പുള്ളിക്കാരത്ത് നടന്നു വരുമ്പോൾ ഞാൻ മുമ്പിൽ വരുന്നു, പിറകിൽ പോകുന്നു. ആ ഒരു പഴയ നമ്മളെ ഇൻഹരിയർ നഗറിലെ സീനൊക്കെ ഇല്ലേ, അതേപോലത്തെ സാധനം അവിടെ ക്രിയേറ്റ് ചെയ്തതാണ്. ഞങ്ങളെ കൂടെ അഭിനയിക്കുന്ന 2 ആൾക്കാർ ബൈക്കിൽ പോയിട്ട് ഞങ്ങൾ അവരോട് പറഞ്ഞതാണ്, ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്തോന്നാണ് ഇതെന്ന് പറയണമെന്ന് ഞങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചതാണത്. ഞങ്ങളെ കൂടെ ആ 2 പയ്യന്മാര് ഞങ്ങളാ ആൽബം നോക്കിയാൽ ഡാൻസ് കളിക്കുന്ന, ഞങ്ങളെ പിറകിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന 2 പയ്യന്മാര് ശരിക്കും സൂം ചെയ്ത് നോക്കിയാൽ മതി. ബൈക്കിൽ പോയ 2 ആൾക്കാര് ഞങ്ങളോട് ഡാൻസ് കളിക്കുന്നുണ്ട് പിറകില്. ഡാൻസേഴ്സാണ് അവര്. അവർക്ക് സീന് ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞതാ, ഞങ്ങൾ പോകുമ്പോ ഇങ്ങനെ പറയണം. പറയട്ടെ. അങ്ങനെ ആൽബം റിലീസിങ്ങിന് മുമ്പായിട്ട് അതിന്റെ ഡയറക്ടർ ഈ സാധനം ഒരു റീൽ കട്ട് അയാൾ പോസ്റ്റ് ചെയ്താ. അയാൾ പോസ്റ്റ്, ഏത് ഡയറക്ടർ ആണെങ്കിലും എന്താ ചെയ്യുക, അവർ ആൽബം റീച്ച് വേണം. അപ്പൊ അവരെന്ത് ചെയ്ത്, ദാസേട്ടൻ കോഴിക്കോട് രേണുസുതി പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ ചെയ്യുന്ന സമയത്ത് 2 ബൈക്ക് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു. അവർ അഭിനയിച്ചു കഴിഞ്ഞാൽ അഭിനേതാക്കൾ തിരിച്ചു പോയാൽ ഇത് റീച്ച് കയറ്റേണ്ട ഉത്തരവാദിത്തം അഭിനേതാക്കൾക്ക് മാത്രമല്ല ഇവർക്കുണ്ട്. ഇട്ടു, അത് ആൾക്കാർ ഷെയർ ചെയ്തിട്ടതാണ്. അല്ലാതെ അതിൽ യാതൊരു ഇതില്ല. എന്നെ മാതൃഭൂമിക്കാർ വിളിച്ചു, മനോരമക്കാർ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ അവസ്ഥ, അവർ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ വെറുതെ ഓൺലൈൻ ചാനലറല്ലേ, അവരെടുത്ത് ഇങ്ങനെ റീച്ച് ആക്കുക. അതിനൊരു നെഗറ്റിവിറ്റി ഇല്ല. വിത്ത് പെർമിഷൻ ഞങ്ങൾ ചെയ്ത കാര്യമാണ്. അതുപോലെ തന്നെ ദാസേട്ടാ, എനിക്ക് നിങ്ങളുടെ ചാന്ത് കുടഞ്ഞൊരു ആ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്യാമറാമാന എനിക്ക് ചെറിയ രീതിയിൽ ഒരു കണക്ഷൻ ഉണ്ട്, ദിവിൻ ചേട്ടൻ. അപ്പോ ദിവിൻ ചേട്ടൻ രേണു ചേച്ചി ബിഗ് ബോസിൽ പോയ സമയത്ത് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ പ്രൊഫൈലിലുണ്ട് ആ ഒരു ഓഡിയോ. ദിബിനെ എനിക്ക് എങ്ങനെയെങ്കിലും വൈറലായാൽ മതി, നെഗറ്റീവ് ആണെങ്കിലും ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട്. ഓൾറെഡി ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റി ആണെന്ന് അറിഞ്ഞിട്ടും അത് ഏറ്റെടുക്കാനുള്ള റിസ്ക് എന്തായിരുന്നു? എന്ത് റിസ്ക്? അങ്ങനെ ഓഡിയോ ഉണ്ട്, കണ്ടിട്ടുണ്ടായില്ല. ഞങ്ങളെ ചാന്ത് കുടഞ്ഞ മാനത്തിന് ശേഷമാണോ? അത് ആ വീഡിയോ എടുക്കുന്നതിന് മുന്നേ രേണു ചേച്ചി കോൺടാക്ട് ചെയ്യുന്നതായിരുന്നു, ദിബിൻ ചേട്ടനെ കോൺടാക്ട് രേണു ചേച്ചി ദിബിൻ ചേട്ടനെ കോൾ ചെയ്യുന്നത്, കോൾ ചെയ്യുന്ന കോൾ റെക്കോർഡാണ്. ചാന്ത് കുടഞ്ഞ മാനത്തിന് മുമ്പ് ദിബിനെ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും വൈറലായാൽ മതി, നെഗറ്റീവ് വന്നാൽ ഞാനത് ഫേസ് ചെയ്യാൻ റെഡിയാണ്. എന്ത് നെഗറ്റിവിറ്റി വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ്. ആണോ? എന്താ വെച്ചാൽ ഈ ചാന്ത് കുടഞ്ഞ മാനം സൂര്യത്ത് തന്നെ ഓഡിയോക്ക് മുമ്പ് തന്നെ ഞാനും രേണുസുതിയും ഡിബിൻ ഡബണ്ണും കൂടി ഒരുമിച്ചിട്ട് ഒരു കേരളം മൊത്തം കത്തുന്ന രീതിയിൽ ഒരു റീൽ ചെയ്യാൻ ഞങ്ങൾ വിചാരിച്ചിരുന്നു. ഈ ഓഡിയോ പിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഞാനാണ് ഡിബിൻ രമണ്ണോട്, ഞാനാണ് രേണുസുതിനെ കോൺടാക്ട് ചെയ്തത്. ഫസ്റ്റ്ലി ഞാനാണ് കോൺടാക്ട് ചെയ്തത്. ഞാൻ പറഞ്ഞു, രേണു എൻ്റെ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് എനിക്ക് അയക്കാറുണ്ട്. പറഞ്ഞു, രേണു നിങ്ങളെ നീ വീഡിയോസൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട്, ഫോണിലൊക്കെ എടുക്കുന്നത് കാണുന്നുണ്ട്. അപ്പം ഒരു സിനിമാറ്റിക് ലെവലിൽ ഒരു നല്ല അടിപൊളി വീഡിയോ റീല് എടുക്കാൻ ഓക്കെ ആണോ? ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല രേണുസുതി ഓക്കെ പറയുമെന്ന്. എന്നുവെച്ചാൽ ഹസ്ബൻഡ് മരിച്ചു ഒരു 8-9 മാസമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം ഞാനൊരു വെറുതെ മെസ്സേജ് അയച്ചാ. എന്നോട് പുള്ളിക്കാരത്തി പറഞ്ഞു, ദാസേട്ടാ നിങ്ങളെ പരിപാടിയൊക്കെ കാണാറുണ്ട്, നമുക്ക് എന്തായാലും ചെയ്യാം. ഓക്കെ. ആ സമയത്താണ് ഡിബിൻ ഡമൺ എനിക്ക് നേരത്തെ കോണ്ടാക്ട് ഉണ്ട്, അറിയാം. ഒരു ബന്ധപ്പെട്ട വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ഡിബിൻ ഡമൺ എൻ്റെ ക്യാമറമാനായിരുന്നു. അപ്പം ഡിബിനെ വിളിച്ചപ്പോൾ ഡിബിൻ്റെ ഔട്ട് സൂപ്പറാണ്, ഒന്നും പറയില്ല. ഞാൻ പ്രവർത്തിച്ച ഒരു 10-20ഓളം ക്യാമറമാനിൽ ഏറ്റവും മികച്ചെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഔട്ട് ഡിബിൻ ഡമണിൻ്റെ ഔട്ടാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ പുള്ളിനോട് പറഞ്ഞു ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, ആരാ ദാസൻ? രേണുസുതിയാണ്. ഓക്കെ. അതിനുശേഷം രേണു പുള്ളിക്ക് മെസ്സേജ് ഒന്നും എനിക്കറിയില്ലേ, അതിപ്പം ദീപ്തി പറഞ്ഞപ്പോൾ എനിക്കറിയില്ല. അപ്പം അങ്ങനെ പറഞ്ഞു, രേണുസുതി, ദാസേട്ടാ ഇത് കത്തും, ഏതാ പാട്ട്? ഞാൻ പറഞ്ഞ പാട്ട് ഞാൻ പറയാം. അങ്ങനെ രാവിലെ ഞാൻ മോർണിംഗ് എൻ്റെ ഓഫീസിലേക്ക് എൻ്റെ സ്വിഫ്റ്റ് കാറായിട്ട് പോകുന്ന സമയത്താണ്
FM ഈ പാട്ട് കേൾക്കും, ചാന്ത് കുടഞ്ഞൊരു മാനം. ഇപ്പം എൻ്റെ തലയ്ക്ക് കത്തി, പെട്ടെന്നൊരു സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ആ വണ്ടി സൈഡാക്കി രേണുവിനെ വിളിച്ചു. രേണു ഇങ്ങനെ ഒരു പാട്ട്, ചേട്ടാ ഈ പാട്ട് എനിക്ക് ഇഷ്ടമായി. ഞാൻ ഈ പാട്ടിൻ്റെ ഒരു റീൽ ഇപ്പം കണ്ടിട്ടുള്ളൂ പുള്ളിക്കാരത്തി പറഞ്ഞു. ഡിബിനെ വിളിച്ചു, സെറ്റാക്കി. ഒരു ശനിയാഴ്ച മോർണിംഗ് വൈപ്പിനിലാണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്തത്, വൈപ്പിൻ ബീച്ചിൽ. രേണു വന്നു, രേണു ബസ് ഇറങ്ങി. വൈപ്പിന് നമ്മളെ വൈറ്റിലെ ഹബ്ബിലാണ് രേണു ബസ് ഇറങ്ങി. രേണുവിനെ ഞങ്ങൾ കൂട്ടി, ഡിബിന് വന്ന് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തൊരു വീഡിയോ ആണ്. എന്താ വെച്ചാൽ ഒരു ദിവസം നമുക്ക് 1, 2, 3, 4, 5 റീലെടുക്കാം. ഡിബിൻ്റെ മണ്ണിൻ്റെ ഔട്ട് പെർഫെക്റ്റ് ആണ്. ഡിബിൻ്റെ മണ്ണൻ ഒറ്റ റീലെടുത്തത് സിനിമാറ്റിക്. രാവിലെ ഞങ്ങൾ 8 മണിക്ക് 7 മണിക്ക് തുടങ്ങി 10-10:30 അറിയില്ല. ഒരു നമ്മളെ ഡ്രോൺ ഷോട്ടൊക്കെ വെച്ചിട്ടില്ല. കത്തി കേരളം കത്തി മനസ്സിലായല്ലോ. ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറഞ്ഞ വ്യക്തി ആദ്യമേ റീൽസും കാര്യങ്ങളും ചെയ്ത് വൈറലുള്ള ഒരു വ്യക്തിയാണ്, അല്ലാന്ന് പറയുന്നില്ല. അതിനുശേഷം രണ്ടാമതൊരു എനിക്കൊരു വൈറൽ ഒരു സംഗതി അവിടെ വന്നു. രേണുസുതിക്ക് നല്ല ഹൈപ്പ്. ഫെബ്രുവരി 19 ഷൂട്ട് ചെയ്ത്, ആലോചിക്കണം. ഫെബ്രുവരി 19 ഷൂട്ട് ചെയ്തു, ഓഗസ്റ്റ് രേണുസുതി ബിഗ് ബോസ് കയറി. ഭയങ്കര വളർച്ച രേണുസുതിക്ക് വന്നു. അല്ല, അതിൽ പറയുന്നുണ്ട് എനിക്ക് ബിഗ് ബോസിൽ പോയാലും പോണം, മീൻസ് അങ്ങനത്തെ ഒരു ലെവലിലായിരുന്നു ചേച്ചി സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് ചോദിച്ചത്. ഇപ്പം ഇങ്ങനൊരു വീഡിയോ, അതും ആ വീഡിയോ എന്ന് വെച്ചാൽ എങ്ങനെയും വൈറലാകും, എങ്ങനെയും കുറച്ച് തെറിവിളി ഉണ്ടാകുന്ന ഉറപ്പായിരിക്കുമല്ലോ. അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ചാന്ത് കുടഞ്ഞൊരു മാനം സൂര്യത്തിന് അത്ര തെറിവിളിയൊന്നും ഇല്ല കേട്ടോ. ഉണ്ടായിട്ടില്ല. അത് കുറച്ച് എന്താ പറയാ, അങ്ങനത്തെ ആൾക്കാരില്ലേ, അവരെ പേരെന്താ പറയാറില്ല. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ വീട്ടിലിരിക്കണം, സദ്യ അനുഷ്ഠിക്കേണ്ട ആൾക്കാരാണെന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലേ. അവരൊന്നും ചെയ്യാൻ പാടില്ല, വെള്ളസാരി എടുത്ത് ഇരിക്കണം, പുറത്ത് പോകാൻ പാടില്ല, മറ്റ് പുരുഷന്മാരെ കാണാൻ പാടില്ല, അങ്ങനെ വിചാരിക്കുന്ന ആ സമൂഹം എപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടിൽ. അവരാണ് അവിടെ നെഗറ്റീവുകളിലായിട്ട് വന്നത് ആ റീൽസിൽ. അവളാ രേണുവിനെ കുറ്റപ്പെടുത്തിയത്. വീട്ടിലിരിക്കേണ്ട ആളല്ലേ. ഞാൻ അതിനൊഴിക്ക് യോജിക്കുന്നില്ല. നമുക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് ദീപ്തി, എനിക്കൊരു ദീപ്തിക്ക് ഇൻഡിവിജ്വാലിറ്റി. അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. രേണുസുതിക്ക് റീൽസ് ചെയ്യുന്ന രേണുസുതി ചെയ്യാം. അങ്ങനെ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യാം, അന്ന് ഇന്നും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ദാസേട്ടൻ കണ്ട രേണുസുതി എങ്ങനെയുള്ള ഒരാളാണ്? കാര്യം രേണുസുതി എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അത് മാത്രമല്ല, അവൾ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയി പ്രതികരിക്കുന്ന ആളാണ്. അവൾ പഠിച്ച് കാര്യങ്ങൾ ചിന്തിച്ച് സ്പോണ്ടേനിയസ് ആയി രേണുസുതി പ്രതികരിക്കും. അത് പല ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അത് നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നില്ല. ഓരോരുത്തർക്കും ഓരോ നേച്ചറല്ലേ. എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. എന്നെ എപ്പോഴും രേണുസുതി ഇപ്പോൾ ബിഗ് ബോസ് പോകുന്നതിന് മുമ്പും അതുപോലെ തന്നെ ബിഗ് ബോസിന് വന്ന ശേഷവും ഒക്കെ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഞാൻ എന്താ കാര്യം ചെയ്യുന്നുണ്ട് ദാസേട്ടാ, അത് ഓക്കെയാണോ, നന്നാവൂലേ ചോദിക്കാറുണ്ട്. ഇത്രയും ആ രീതിയിൽ നമ്മളെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി വേറെ ഏത് കാര്യത്തിൽ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അല്ല, നമ്മൾ ഒരു സമയത്ത് കണ്ട രേണു ചേച്ചി എന്ന് വെച്ചാൽ ഭയങ്കര വിഷമിച്ച് നിൽക്കുന്ന, സ്ട്രഗിൾ ചെയ്തിൽ നിന്നും ആ ഒരു ഫാമിലി അത്രയും ബിൽഡ് ചെയ്തെടുത്ത ചേച്ചിയാണ്. അപ്പൊ ആ ഒരു ബിൽഡ് ചെയ്യുന്ന സമയത്ത് എടുത്ത ആ ഒരു റിസ്കിനെ കുറിച്ച് ഏകദേശം ചേട്ടൻ അറിയായിരിക്കില്ലേ? എങ്ങനെയായിരുന്നു ആ റിസ്കും കാര്യങ്ങളൊക്കെ? മീൻസ് സൈബർ ബുള്ളിങ് ഇത്രയും ഫേസ് ചെയ്ത ഒരാൾ കേരളത്തിൽ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ദാസേട്ടൻ കോഴിക്കോട് രേണുസുതി ഒരു റീൽസ് അഭിനയിച്ചു. ഇപ്പൊ ഞങ്ങളുടെ അടുത്തൊരു ആൽബം അഭിനയിച്ചു. ഇന്റിമസി സീൻ ഉണ്ട് അതിൽ, ഇല്ലാന്ന് പറയുന്നില്ല. ഏറെ മറിച്ച് സിനിമകളിൽ നായകനും നായികനും തമ്മിൽ ഇന്റിമസി സീൻ ഉണ്ടാവും, ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? നായകൻ അടിപൊളിയായിട്ട് ജീവിക്കുന്നു, ഫാമിലി ആയിട്ട്, നായിക അടിപൊളിയായി ജീവിക്കുന്നു. ആർക്കെന്താ കുഴപ്പമുണ്ടോ? ഇവിടെ എന്താ പ്രശ്നം? ദാസേട്ടൻ കോഴിക്കോട് രേണുസുതിനെ ഹഗ് ചെയ്തു ആൽബത്തിൽ. എന്താ പ്രശ്നം? സുധിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്കിൻ്റെ വന്ന മെസ്സേജുകളാ. എന്തിനാണ് ഒരു സ്ത്രീനെ എങ്ങനെ ഹറാസ് ചെയ്യുന്ന ആവശ്യം എന്താ? എനിക്ക് മനസ്സിലാവും. അവർ ജീവിക്കുന്നു, അവർ ഫാമിലി നോക്കാൻ ജീവിക്കുന്നു. ഇപ്പം പണ്ടത്തെ രേണുവല്ല, ഇപ്പം കുറച്ച് സാമ്പത്തികമായിട്ട് രേണുവിന് വെച്ച് മെച്ചം ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്ന് പറയാം. പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്, അവള് ഉദ്ഘാടനങ്ങൾ നടത്തുന്നുണ്ട്, ഒക്കെ ജീവിക്കാൻ വേണ്ടി ചെയ്യല്ലേ അല്ലേ? അപ്പോൾ അതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, റീൽസ് ആണെങ്കിലും ആൽബം ആണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും സിനിമയാണോ ഒക്കെ അഭിനയം തന്നെ. ആ രീതിയിൽ കാണാൻ എൻ്റെ അഭിപ്രായം. അല്ലാത്ത ആൾക്കാർ പറയുന്ന ആൾ പറഞ്ഞോട്ടെ. ഞാൻ പിന്നെ ഒന്നിനും പ്രതികരിക്കുന്ന ആളല്ല. എൻ്റെ ഏതെങ്കിലും വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരിക്കലും എനിക്ക് അതിന് താല്പര്യമില്ല പ്രതികരിക്കാൻ. പറയുന്ന ആൾക്കാർ പറഞ്ഞു പോയിക്കോളും. പക്ഷെ വേറെ ആൾക്കാർ അങ്ങനെ ആവണമെന്നില്ലല്ലോ. പ്രതികരിക്കുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ ഞാൻ അങ്ങനെ പ്രതികരിക്കാറില്ല.